10 മിസ്റ്റേക്ക് വളരെ ബേസിക് ആയിട്ടുള്ള 10 മിസ്റ്റേക്സ് നിങ്ങളുമായി ഷെയർ ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളെല്ലാവരും ആക്റ്റീവായിട്ട് കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലൈവായിട്ടുള്ളവരൊക്കെ ചാറ്റിൽ ഒരു ഹായ് ഇടാമോ? ഓക്കെ, താങ്ക് യു തിങ്ക് മാത്യു, താങ്ക് യു സൽമാൻ. ഓക്കെ ഫൈൻ. എല്ലാവരും ലൈവായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ടേക്ക് അവേസ് ഉണ്ടാവുള്ളൂ. നമുക്ക് അറിയുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ സി പി പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു അറൌണ്ട് 10 ഇയേഴ്സ് ആയിട്ട് നമ്മൾ ഈ ഇൻഡസ്ട്രിയിലുണ്ട്. അതിന്റെ ഇൻസൈറ്റ്സ് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ആദ്യം MEP എന്താന്നുള്ളത് ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. വിസിബിൾ അല്ലേ സ്ക്രീന്? ഓക്കെ ഫൈൻ. ഏറ്റവും ആദ്യം എന്താണ് MEP? MEP എന്ന് വെച്ചാൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ്. നമ്മളൊരു ബിൽഡിങ്ങിന് ഒരു ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ നമ്മളൊരു ബോഡി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉദാഹരണം പറയാനുള്ളത്, നമ്മളുടെ ശരീരം ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലുള്ള ജീവൻ, അതിലുള്ള വെള്ളം, വായു, ഇതൊക്കെയാണ് നമ്മളുടെ ലൈവാക്കി നിർത്തുന്നത്. ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ നമ്മൾ മരണപ്പെട്ടു എന്നാണ് പറയാം. അപ്പൊ നമ്മളുടെ ഏതൊരു ഇൻഫ്രാസ്ട്രക്ചറിനെയും ലൈവാക്കി നിർത്തുന്നത് നമ്മളുടെ MEP ആണ്. എത്ര വലിയ എത്ര വലിയ ബിൽഡിംഗ് ഉണ്ടാക്കിയാലും അതിൽ MEP പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല. MEPയിൽ എന്തൊക്കെ വിടുന്നുണ്ട്? ഇലക്ട്രിക്കൽ പെടുന്നുണ്ട്, പ്ലംബിംഗ് വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ ഉണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ്, ലോഡ്, നെറ്റ്വർക്ക്സ് എല്ലാം പോസിബിൾ ആവുള്ളൂ. പ്ലംബിങ്ങിൽ സപ്ലൈ, വാട്ടർ സപ്ലൈ ഉണ്ട്, വാട്ടർ ഡ്രെയിനേജ് ഉണ്ട്, നമ്മുടെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് ഉണ്ട്. ഇതൊക്കെ പ്ലംബിങ്ങിൽ വരുന്നതാണ്. മെക്കാനിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ ഫയർ ഫൈറ്റിംഗ്, നമ്മുടെ ഏറ്റവും മോസ്റ്റ് ആൻഡ് പ്രയോറിറ്റി ഉള്ളതാണ് നമ്മളുടെ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം. അപ്പൊ അതൊക്കെ അത് പിന്നെ നമുക്ക് കണ്ടീഷൻഡ് എയർ പ്രൊവൈഡ് ചെയ്യുന്ന എയർ കണ്ടീഷൻ സിസ്റ്റം, വെന്റിലേഷൻ സിസ്റ്റം, കിച്ചൺ എക്സോസ്റ്റ്, ഇതെല്ലാം വരുന്നത് മെക്കാനിക്കലിലാണ്. അപ്പൊ ഇതൊക്കെ കുറച്ചു കാലം മുമ്പ് വരെ ആരെങ്കിലും ഒരു തമ്പ് റൂൾ വെച്ചിട്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്കറിയാലോ. ഇതിനു മുമ്പൊക്കെ നമ്മളുടെ നാടുകളിൽ വീടുണ്ടായിരുന്നു, പല ബിൽഡിങ്സും ഉണ്ടായിരുന്നു. ആശാരിമാരൊക്കെ ആയിരുന്നു പല ബിൽഡിങ്ങിനും. അവര് ഒരു പക്ഷെ അവർ നമ്മളെക്കാട്ടിൽ ഉഷാറാന്ന്, ആർക്കിടെക്ചറിനെ കാട്ടിൽ ഉഷാറാന്ന് പറയേണ്ടി വരും. പക്ഷെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ആർക്കിടെക്ട്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവരുടെ ഇടയിൽ കോൺട്രാക്ടേഴ്സ് ഉണ്ട്, പിന്നെ സൂപ്പർവൈസേഴ്സ്, അങ്ങനെ സിവിൽ സ്ട്രക്ചറിന് വേണ്ടി അത്രയും സ്ട്രക്ചർ ആയിട്ട് വരുമ്പോൾ നമ്മളുടെ ഇന്ത്യയിലും ഇപ്പോൾ റീസെന്റ് ആയിട്ട് MEPക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. MEP എഞ്ചിനീയേഴ്സ് ഇല്ലാത്ത വലിയ പ്രൊജക്ട്സ് നമുക്ക് കാണാൻ കഴിയൂല. ഇതിനു മുമ്പൊന്നും അങ്ങനെ അല്ലായിരുന്നു. ഏതെങ്കിലും ഇപ്പൊ ഒരു വീട്, നമ്മളൊക്കെ HVAC ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം നല്ല പ്രൊജക്ട് ചെയ്യുന്ന ഒരു കമ്പനിയും കൂടിയാണ്. അപ്പോ ഇതില് വീടുകള് നമ്മള് 20,000 40,000 സ്ക്വയർ ഫീറ്റ് ഒക്കെ വീട് ഉണ്ടാകുമ്പോൾ അവിടെ നല്ലൊരു MEPന്റെ ഒരു കൺസൾട്ടന്റ് നിർബന്ധമായിട്ട് ഉണ്ടാവാറുണ്ട്. ആർക്കിടെക്ചറിന് പുറമെ നല്ല എമൗണ്ട് കൊടുത്തിട്ട് നല്ല MEP കൺസൾട്ടന്റ് ഉണ്ടാവാറുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ അത്രയും വലിയൊരു വീട് എടുക്കുമ്പോൾ എവിടെയും ഒരു ലൂപ്പ് ഹോൾ ഇല്ലാതെ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമുക്കൊരു ഒരു വാള്, പണ്ടൊക്കെ വാളിന് നമ്മൾ പലപ്പോഴും നമ്മുടെ സൈറ്റിലൊക്കെ നമ്മൾ ഇനി നമ്മൾ ഈ ഒരു ഫീൽഡിലാവുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കും. ഈ വാളിലൊക്കെ നീളത്തില് കട്ട് ചെയ്യും. ഈ റൂമില്, ഒരു ബെഡ്റൂമില് അഡ്ജസ്റ്റന്റ് ആയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ബെഡ്റൂമിലാണെങ്കിൽ അവിടുത്തെ കേബിള് പോകാൻ വേണ്ടിട്ട് നീളത്തില് വാൾ കട്ട് ചെയ്യും, നേരെ അപ്പുറത്തും നീളത്തിൽ കട്ട് ചെയ്യും. പിന്നെ അതിന്റെ അടിയിൽ ആ ചുമരിനുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ആ ഒരു കല്ലിന്റെ ചെറിയൊരു പോർഷൻ മാത്രമാണ് ഈ ഹോൾ വെയിറ്റ് താങ്ങി നിൽക്കുന്നത്. അതൊക്കെ നമ്മുടെ സേഫ്റ്റിയെ നല്ലോണം ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് MEPക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ആഫ്റ്റർ പോസ്റ്റ് കോവിഡ് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് വന്നു. ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. അപ്പൊ MEPന്റെ പ്രാധാന്യം പറഞ്ഞാല് നമ്മളുടെ ജീവൻ എത്രത്തോളം പ്രാധാന്യമാണോ അതുപോലെ തന്നെ പ്രാധാന്യമാണ് നമ്മളുടെ ഓരോ ഇൻഫ്രാസ്ട്രക്ചറിലും. ഈവൻ ചെറിയൊരു വീടാണെങ്കിൽ പോലും അവിടെ നമുക്ക് വെള്ളവും നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം പ്രോപ്പർ അല്ലാതെ നമുക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. ഒന്നും വേണം, നമ്മളുടെ വീട്ടില് കറക്റ്റ്
ട്രീറ്റ് ചെയ്യാത്ത കുറച്ച് ഫുഡ് വേസ്റ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാനൊക്കെ നമ്മളുടെ ഈ MEP എന്ന എക്സ്പേർട്സിന്റെ സപ്പോർട്ടും സൊല്യൂഷൻസും ആണ് കമ്മ്യൂണിറ്റി ആവശ്യപ്പെടുന്നത്. MEP എന്നുള്ളത് ഒരു ആർക്കിടെക്ട്സിനും ഫെസിലിറ്റി മാനേജേഴ്സിനും എല്ലാവരും ഇൻവോൾവ് ചെയ്യേണ്ട, എല്ലാവർക്കും അവെയർ ആയി ഇരിക്കേണ്ട ഒരു ഫീൽഡും കൂടിയാണ്. നമുക്കൊക്കെ ഇപ്പോഴത്തെ പല ആർക്കിടെക്ചറിനും MEPനെ കുറിച്ച് ധാരണക്കുറവുകളൊക്കെ ഉണ്ട്. അത് നമ്മളെ പോലത്തുള്ള എക്സ്പേർട്സ് ആണത് തിരുത്തി കൊടുക്കേണ്ടതുള്ളത്. അപ്പൊ ഇനി വൺ ബൈ വൺ ആയിട്ട് നമ്മുടെ 10 മിസ്റ്റേക്സിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇതന്നെയാണ്. നമ്മൾ MEP എന്നൊരു ഇൻഡസ്ട്രി ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, MEP എന്നൊരു ഇൻഡസ്ട്രിയിലേക്ക് നമുക്ക് തിരിയണം. നമുക്കിപ്പോ ഇലക്ട്രിക്കലോ മെക്കാനിക്കലോ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ MEP-ലേക്കാണ് സ്വിച്ച് ചെയ്യുന്നത് എന്ന് നമ്മൾ ഫൈനലാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മളുടെ ട്രാവൽ ചെയ്യുന്ന ബസ്, ഏത് ബസ് റൂട്ട് ക്ലിയർ ആയി എങ്ങോട്ട് എത്ര എന്നുള്ള ഡെസ്റ്റിനേഷൻ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി ഏതാണെന്നുള്ളത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഫിക്സ് ചെയ്യണം. ആരെ കൂടെ ഞാൻ ട്രാവൽ ചെയ്യണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരുപാട് ആഡ്സ് നമ്മൾ കാണും. പല ആഡ്സും പല ഓൺലൈൻ കോഴ്സുകളും ആഡ്സും റിയൽ ഇൻഡസ്ട്രി എക്സ്പോഷർ ഇല്ലാത്ത ട്രെയിനേഴ്സും ഒക്കെ നമുക്ക് ഇത് തരാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നുണ്ട്. നമുക്കറിയാം ബിസിനസ് ആണ് ഫോർമോസ്റ്റ്. ഇത് ഫസ്റ്റ് തന്നെ ഇടാൻ കാരണം സീത്തിനൊക്കെ ഒരു മാർക്കറ്റിംഗ് എലമെന്റ് ആയിട്ട് കണ്ടിട്ടിട്ടതല്ല. ഇത് വളരെ പ്രധാനമാണ്. കാരണം നമുക്ക് പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരുപാട് സ്റ്റുഡൻസ് നമ്മളെ അടുത്ത് ഇന്റർവ്യൂസിന് വരാറുണ്ട്. നമ്മളെ മാർക്കറ്റിൽ നമുക്ക് പല പൊസിഷനിലേക്കും വാക്കൻസി ഉണ്ടാകുമ്പോൾ പല പൊസിഷനിലേക്കും പല സ്റ്റുഡൻസും വരാറുണ്ട്. ഈ ബിടെക് കഴിഞ്ഞവരും ഡിപ്ലോമ കഴിഞ്ഞവരൊക്കെ ഉണ്ടാവും. MEP കോഴ്സ് അവർ നല്ലോണം 45,000, 60,000, 65,000 കൊടുത്തിട്ട് പഠിച്ചിട്ടുണ്ടാവും. മേ ബി 6 മന്ത് കോഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അവരോട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കിട്ടുന്നില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. റെഫ്രിജറന്റ് സൈക്കിൾ എന്താണ്, അല്ലെങ്കിൽ റെഫ്രിജറന്റ് എന്താണ്, റെഫ്രിജറന്റിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, പിന്നെ സ്ക്വയർ മീറ്ററിന് സ്ക്വയർ ഫീറ്റിലേക്ക് എങ്ങനെ കൺവേർട്ട് ആക്കും, അല്ലെങ്കിൽ തിരിച്ചെങ്ങനെ കൺവേർട്ട് ആക്കും, ഇതൊന്നും മനസ്സിലാവാത്ത പലരും നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് ഈ ഒരു പോയിന്റ് ഫസ്റ്റ് തന്നെ വെക്കാനുള്ള കാരണം, നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മാർക്കറ്റിൽ എന്താണോ സ്റ്റുഡൻസിന് വേണ്ടത് അതാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഒരുപാട് തിയറി പഠിപ്പിച്ച് അല്ലെങ്കിൽ തിയറി മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. നമുക്ക് മാർക്കറ്റിൽ എന്ത് വേണം അതാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. മാർക്കറ്റിൽ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഐഡിയൽ ടെമ്പറേച്ചർ എത്രയാണ്, ഒരു റൂം ടെമ്പറേച്ചർ എത്ര എന്ന് പോലും അറിയാത്ത പിള്ളേര് വന്നിട്ടുണ്ട് നമ്മളുടെ ഇന്റർവ്യൂസിന്. അപ്പൊ നമ്മൾ പ്രോപ്പർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചാൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ അതിലുള്ള ട്രെയിനേഴ്സ് സൈറ്റ് എക്സ്പോഷർ കിട്ടിയ ആളുകളാണെങ്കിൽ അവർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. എന്താണ് MEP, എന്തൊക്കെയാണ് MEP-യിലേക്ക് നമുക്ക് വേണ്ടത്, നമുക്ക് കോറായിട്ട് വേണ്ട വാല്യൂസ് എന്തൊക്കെയാന്നുള്ളതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ അത് കൺക്ലൂഡ് ചെയ്യാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റോങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ഷൻ എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് മിസ്റ്റേക്ക്. സെക്കൻഡ് വൺ, സർട്ടിഫിക്കേഷൻ ഒബ്സഷൻ. നമ്മളൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്, ഞാനിപ്പോ 2016 ബിടെക് പാസ് ഔട്ട് ആയിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്തു, പുറത്ത് GCC-യിൽ വർക്ക് ചെയ്തു. പിന്നെ നമ്മൾ വന്നിട്ട് സ്റ്റാൻടെക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെയൊക്കെ ഞാൻ പല ഇന്റർവ്യൂസിനും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്നും നമ്മൾ ആരും സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടില്ല. സർട്ടിഫിക്കറ്റ് നമുക്ക് ബിടെക് ഉണ്ട്, നമ്മൾ CV-യിൽ വെക്കുന്നില്ല. അതായത് എവിടെയാണ് സർട്ടിഫിക്കറ്റ്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നല്ല ചോദിക്കുന്നത്. നമുക്ക് എന്തറിയാം, എന്ത് സ്കില്ലുണ്ട്, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് റൈറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടിയാൽ, നല്ല എക്സ്പോഷർ കിട്ടിയാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ ആ ഒരു കോൺഫിഡൻസിൽ നമ്മൾ അവർ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ പകുതി ഇന്റർവ്യൂ പാസ്സായി. അപ്പൊ നമുക്ക് ആ കോൺഫിഡൻസ് ലെവൽ നമുക്ക് ഈ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ സർട്ടിഫിക്കറ്റ് നല്ല വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആവണം. അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വാല്യൂ വേണ്ടെന്നല്ല പറഞ്ഞത്, അതിനെ ഒബ്സഷൻ ചെയ്ത് അത് മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അല്ലെങ്കിൽ നമ്മളൊരു കോഴ്സിനെ സെലക്ട് ചെയ്യരുത്. ഓക്കെ. സെക്കൻഡ് വൺ, നോ കരിയർ റോഡ് മാപ്പ്. നമുക്ക് കരിയർ റോഡ് മാപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പല സ്റ്റുഡൻസും ഈ MEP ഫീൽഡിലേക്ക് വരുന്നത് തന്നെ ഇപ്പൊ നമുക്ക് NDT അല്ലെങ്കിൽ ക്വാളിറ്റി ഇൻസ്പെക്ടർ, ഇതിനൊക്കെ ഓപ്ഷൻസ് നമുക്കുണ്ട്. നല്ല നല്ല ഹൈ പാക്കേജ് സാലറി ഉണ്ട്. 4 മന്ത് ഡ്യൂട്ടി ആണെങ്കിൽ 4 മന്ത് നമുക്ക് വെക്കേഷൻ ഉണ്ട്.
ഇതൊക്കെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. അത് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിരവധിയായിട്ട് എറണാകുളം ബേസ്ഡും മംഗലാപുരം ബേസ്ഡും പൂനെ ബേസ്ഡൊക്കെ ഉണ്ട്. എങ്കിലും അത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും എന്നൊക്കെ ബോധമുള്ള ആളുകൾ പലപ്പോഴും MEP വരുമ്പോ MEP അവർ ചൂസ് ചെയ്യുന്നത് ഡിസൈൻ എഞ്ചിനീയർ എന്ന് പോസ്റ്റ് മതി. പലരും നമ്മുടെ അടുത്തേക്ക് ഇന്റർവ്യൂവിന് വരും, ഏത് പോസ്റ്റിലേക്കാണ് നോക്കുന്നത്, ഞാൻ ഡിസൈനിലേക്കാണ്, സെയിൽസ് പറ്റും അല്ലേ, സെയിൽസ് പറ്റില്ല, പിന്നെ പ്രൊജക്ട് അല്ലല്ല, പ്രൊജക്ട് വെയിലുള്ളതുകൊണ്ട് അപ്പൊ അത് പറ്റില്ല. ഞാൻ അവരെ ഈഗേറ്റ് കാണിക്കില്ല, പക്ഷെ നമ്മുടെ ഒരു മെന്റാലിറ്റി അത് കറക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ കുറിച്ച് ധാരണ ഇല്ലായിട്ടാണ്. നമുക്ക് നമ്മുടെ ലോങ് ടേമിൽ ഒരു വിഷൻ ഉണ്ടെങ്കിൽ, നമുക്ക് ലോങ് ടേമിലേക്ക് നമുക്ക് നമ്മുടെ കരിയറിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോറി, സെക്കൻഡ്. അപ്പോ ലോങ് ടേമിനെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡിസൈനിലേക്ക് നമ്മൾ ഒതുക്കി വെക്കരുത് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ഫസ്റ്റ് റിക്വസ്റ്റ്, ഫസ്റ്റ് അഡ്വൈസ്, റിക്വസ്റ്റ് അല്ല അഡ്വൈസ്. അപ്പൊ സൈറ്റ് എക്സ്പോഷർ വളരെ നിർബന്ധമാണ്. നമുക്ക് സൈറ്റിൽ നമുക്ക് ഒന്നിനെ കുറിച്ചും അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഡ്രോയിങ് ചെയ്യാൻ കഴിയൂല. അവിടെ എന്തൊക്കെ ചലഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. ആക്ച്വൽ സൈറ്റ് കണ്ടീഷനും നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഡ്രോയിങ്ങും തമ്മിൽ ഒരുപാട് അന്തരം ഉണ്ടാവും. അത് ഈ പ്രൊജക്റ്റിൽ നിന്നൊക്കെ വൺസ് ഇൻവോൾവ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പൊ ഈ ഒരു MEP ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാല് ഒരു ഡിസൈൻ മാത്രമാണ് എന്നും ധരിച്ചിരിക്കുന്ന പല ആളുകളുണ്ട്. അവരുടെ ധാരണ തിരുത്താൻ വേണ്ടിയിട്ട് പറയാം. നമുക്ക് സൈറ്റിൽ പ്രോപ്പർ ആയിട്ട് നോളജ് ഉണ്ടാവണം, എന്നിട്ട് നമുക്ക് ഡിസൈനിൽ നോളജ് ഉണ്ടാവണം. ഇതിന്റെ ഒക്കെ ഏറ്റവും മോസ്റ്റ് പ്രിവിലേജ് ആയിട്ടുള്ള പൊസിഷൻ ആണ്, നമുക്ക് ഏറ്റവും കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയ പൊസിഷൻ ആണ് സത്യം പറഞ്ഞാല് സെയിൽസ് എന്നുള്ളത്. സെയിൽസ് പാർട്ടിൽ നമുക്ക് എങ്ങനെ ക്ലോസ് ചെയ്യണം, എങ്ങനെ പിച്ചിങ് ചെയ്യണം, ഒരു പ്രശ്നം ഉണ്ടാകുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സൈറ്റിൽ ചെന്നിട്ട് നമുക്ക് ഇനീഷ്യൽ ഡിസ്കഷൻ ഫസ്റ്റ് പോവുക സെയിൽസ് ടീമാണ്. അപ്പൊ അവിടെ പോയിട്ട് എങ്ങനെ അവിടെ നല്ല റൈറ്റ് സൊല്യൂഷൻ കൊടുക്കണം. നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പല നമ്മളെക്കാട് സീനിയർ ആയിട്ടുള്ള വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കമ്പനീസ് വരുന്ന സൈറ്റുകളിലും നമുക്ക് അവിടെ ജോബ് കിട്ടാറുണ്ട്, നമുക്ക് പ്രൊജക്ട് നമുക്ക് അവാർഡ് ആവാറുണ്ട്. അതിന്റെ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാല് നമ്മൾ നല്ല സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. റൈറ്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് നല്ല സൊല്യൂഷൻ കൊടുക്കാൻ പറ്റിയാൽ നമ്മളെ കസ്റ്റമർ നമ്മളെ പ്രിഫർ ചെയ്യും. നമുക്ക് ഏറ്റവും കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമുക്ക് ഏറ്റവും കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയ ഏരിയ, നിങ്ങളൊരു സെയിൽസ് എഞ്ചിനീയർ ആയിട്ട് നിങ്ങളൊരു കമ്പനി വർക്ക് ചെയ്യുകയാണെങ്കിൽ ആർക്ക് കിട്ടുന്നതിനെക്കാട്ടിലും ഏറ്റവും ടോപ്പ്, ഈവൻ മേ ബി ഡയറക്ടേഴ്സിന് പോലും നിങ്ങളുടെ അത്ര സാലറി ഉണ്ടാവില്ല, നിങ്ങളെ അത്ര ടേക്ക് അവേസ് ഉണ്ടാവില്ല. അപ്പൊ അത് നിങ്ങൾക്ക് അക്വയർ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സെയിൽസ് ആണ്. അപ്പൊ സെയിൽസിനെ കുറിച്ച് ധാരണ വേണം. പിന്നെ നിങ്ങൾക്ക് ഇതില് റോഡ് മാപ്പിന്റെ കരിയർ റോഡ് മാപ്പാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ആണ്. പിന്നെ R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസ് ഇപ്പൊ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അതിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഡൈക്കിൻ, മിറ്റ്സുബിഷി, പല കമ്പനീസും ഇന്ത്യയിൽ വലിയ 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 പ്ലാൻസ്. ഇപ്പൊ ഈ ഡൈക്കിന് മാത്രം ഇന്ത്യയിൽ രണ്ട് വലിയ ഏക്കർ കണക്കിന് സ്ഥലമുള്ള വലിയ പ്രൊഡക്ഷൻ പ്ലാന്റ് ഉണ്ട്. ആയിരക്കണക്കിന് ടണ്ണുകളാണ് ഡെയിലി പോലെ അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മളെ പോലത്തെ ടാലൻസ് അവിടെ പോയിട്ട് R&Dക്കൊക്കെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ജാപ്പനീസ് കമ്പനീസും പല ഫോറിൻ കൺട്രീസും നമ്മുടെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഫീൽഡ് ബൂമിംഗ് ആണ്. HVAC ഫീൽഡ് പ്രത്യേകിച്ച്, MEP ഫീൽഡ് എന്തായാലും ബൂമിംഗ് ആണ്. അപ്പൊ അതിൽ നമുക്ക് ഈ റൈറ്റ് ടൈമിൽ പിച്ചിങ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ R&Dയിലൊക്കെ നല്ല സ്കോപ്പ് ഉണ്ട്. പിന്നെ പ്രൊജക്ട് കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് പ്രൊജക്ട് കോർഡിനേറ്റർ. പിന്നെ പർച്ചേസ് മാനേജർ. ഏതൊരു ബിസിനസ്സും സക്സസ് ആവുന്നത് പർച്ചേസ് പ്രോപ്പർ ആവുന്നോടത്താണ്. പർച്ചേസ് പക്കയാണെങ്കിൽ, പർച്ചേസിലെ നെഗോഷിയേഷൻ സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഈ ഇൻവെന്ററി പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് MEP കുറിച്ചുള്ള നല്ല നോളജ് വേണം എന്നുള്ളത് തന്നെയാണ്. അങ്ങനത്തെ ആളുകളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വലിയ വലിയ കമ്പനീസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി നാലാമത്തെ മിസ്റ്റേക്സ്, നിങ്ങൾക്ക് ഇതിന്റെ അടിയിൽ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഒന്ന് കൈ പൊന്തിച്ചാൽ മതിട്ടോ. ഓക്കെ, ഇല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് ചോദിക്കാം.
നാലാമത്തെ മിസ്റ്റേക്ക് ഇഗ്നോറിങ് പ്രാക്ടിക്കൽ ട്രെയിനിങ്. പ്രാക്ടിക്കൽ ട്രെയിനിങ് നേരത്തെ പറഞ്ഞ കണ്ടന്റ്സ് ഒക്കെ ഇതിലും വരുന്നുണ്ട്. പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് നമുക്ക് നല്ലോണം വേണം. അപ്പോഴാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും ഒരു ട്രബിൾ ഉണ്ടാകുമ്പോൾ അത് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ. ആ പ്രശ്നത്തെ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു സ്കില്ല് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവണം. അത് ആ ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പോഷർ കിട്ടണം. നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലൊക്കെ അഭിമുഖീകരിക്കുമ്പോൾ തന്നെ നമുക്ക് അത് കോൺഫിഡൻസ് ഉണ്ടാവണം. നമുക്കറിയാം, പേടി മാറിയാൽ പിന്നെ ഒന്നുമില്ല. നമുക്ക് ഓരോ കാര്യങ്ങളും പേടി മാറുന്നത്, നാണം മാറുന്നതൊക്കെ വൺസ് ഫസ്റ്റ് ടൈം അത് പോവണം. ആദ്യം നമുക്ക് ഒരാളെ ഭയങ്കര പേടിയാണ്. ആ പേടി വൺസ് പോയി കഴിഞ്ഞാൽ പിന്നെ അയാളെ പേടി നമുക്ക് ഓട്ടോമാറ്റിക് നമ്മൾ മൈൻഡിൽ ഉണ്ടാവില്ല. അപ്പൊ ആദ്യത്തെ ഒരു 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 കംഫർട്ട് സോൺ നമ്മൾ ബ്രേക്ക് ചെയ്യാനുണ്ടാവും. ഇപ്പൊ സ്റ്റേജ് ഫിയർ, അതെ, ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ അതാണ്. സ്റ്റേജ് ഫിയർ നമുക്കെന്തോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സ്റ്റേജ് ഫിയർ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നുള്ളത്. വൺസ് നമ്മളത് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു പാഷനായിട്ട് മാറും. അതേപോലെ തന്നെയാണ് നമുക്ക് സൈറ്റുകളിൽ, നമ്മളെ ബിസിനസ്സുകളിൽ, നമ്മളെ ഡിസൈനിൽ, നമ്മളെ പ്രൊജക്ടുകളിൽ ഒരുപാട് ഇഷ്യൂസ് വരും. അത് ഓവർകം ചെയ്യാൻ കഴിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിലൂടെ കടന്നു പോകൽ മാത്രമേ ആവശ്യമുള്ളൂ. തിരിഞ്ഞു നടന്നാല് പ്രാക്ടിക്കൽ അത് പ്രാക്ടിക്കൽ വേണ്ട, അല്ലെങ്കിൽ സൈറ്റ് എക്സ്പോഷർ വേണ്ട, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, നമ്മൾ തിരിഞ്ഞു നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു നിലക്കും നമുക്ക് പിന്നീട് അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. അതിലൂടെ മാത്രമേ അപ്പുറത്തേക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ എന്തിനാണ് ഇത് ബാക്കോട്ട് നടക്കുന്നത്? എന്തായാലും പുഷ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് നടക്കുക എന്നുള്ളത് മാത്രമേ അതിനൊരു പരിഹാരമുള്ളൂ. നമ്മള് ഈ ഒരു ഇപ്പൊ നമ്മള് ഏകദേശം എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 12 പ്ലസ് ടു വരെ പഠിച്ചു. പിന്നെ ഒരു 4 വർഷം അല്ലെങ്കിൽ 3 വർഷം എന്തായാലും പഠിച്ചു. അപ്പൊ ഒരു 15 വർഷം നമ്മൾ എന്തായി? ആൾറെഡി നമ്മളുടെ ലൈഫില് നമ്മളുടെ ഈ ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തത്. നമ്മൾ ഇനിയും ഒരു 3 മന്ത് നമ്മളൊരു കോഴ്സ് ചെയ്യാണ്. പിന്നെ നമ്മൾ 1 വർഷം കൂടി നമ്മളൊരു പ്രാക്ടിക്കൽ എക്സ്പോഷറിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് മാറ്റിയേക്കണം. അപ്പൊ ഇതുവരെ നമ്മള് ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ലേ? ലൈഫില് വളരെ പ്രധാനപ്പെട്ട നമ്മളുടെ ഒരു കാലാണ് 15 അല്ലെങ്കിൽ 18 വർഷം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്തു എന്നുള്ളത്. പിന്നെ നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ നമ്മളെ കയ്യിൽ കിട്ടാൻ പോവാണ്. ആ കിട്ടാൻ പോകുമ്പോൾ അതിനൊന്ന് ഒരു ഹൈ വോളിയത്തിൽ കിട്ടണം എന്നുള്ള നിലക്ക് നമ്മൾ ഇനീഷ്യലി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പൊ നമുക്കറിയാം, നമ്മളെ നാട്ടിലൊക്കെ കാറ്ററിങ്ങിനൊക്കെ ഒരുപാട് പേര് പോയിക്കൊണ്ട് ഇങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഡെയിലി ചിലപ്പോൾ 500 1000 ഒക്കെ അക്വയർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ കാറ്ററിംഗ് ഒക്കെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഇൻകം കിട്ടും. പക്ഷെ അത് ലോങ് ടൈമിലേക്ക് നമ്മൾ കരിയർ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. അപ്പൊ ഈ ഒരു ബോധം, ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. അങ്ങനെ നമ്മൾ 1 വർഷം കൂടി നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്, നമ്മുടെ ടൈം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ. 1 വർഷം കൂടി നമ്മൾ മിനിമം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തന്നെ നമ്മൾ കാണണം. അങ്ങനെ ആ ഒരു വർഷം അല്ലെങ്കിൽ ഒരു 1.5 വർഷം നമ്മൾ ഫേസ് കോഴ്സും കൂടി കൂട്ടുമ്പോൾ മിനിമം 1.5 വർഷം നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും കൂടി കണ്ടിട്ട് ഇപ്പൊ നമ്മൾ സ്പെൻഡ് ചെയ്ത 15 16 വർഷം പ്ലസ് 1.5 ഇയേഴ്സ് കൂടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു MEP ഇൻഡസ്ട്രിയിലെ പ്രോ ഒരു മിനി പ്രോ ആവാൻ കഴിയും. എന്തായാലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബൈ എക്സ്പീരിയൻസ് ആണ് നമ്മൾ പ്രോ ആവുള്ളൂ. ഇതെന്തായാലും ഒരു കടലാണ്. നമ്മൾ ഇങ്ങനെ കുറച്ച് 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 നമുക്ക് മനസ്സിലാക്കി എടുക്കാനേ കഴിയുള്ളൂ എന്തായാലും. ഓക്കെ, നെക്സ്റ്റ്. യെസ്, ലേണിംഗ് സിസ്റ്റം ഇൻ ഐസൊലേഷൻ, മിസ്റ്റേക്ക് നമ്പർ 5. MEP ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. MEP എന്ന് പറയുമ്പോൾ ഒരു ഇപ്പൊ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ വിചാരിക്കുകയാണ് ഞാൻ HVAC മാത്രം പഠിച്ചാൽ മതി, എനിക്ക് HVACനെ കുറിച്ചൊരു കുറച്ച് ധാരണ ഉണ്ടായാൽ മതി, ബാക്കിയുള്ളത് ഇലക്ട്രിക്കൽ അല്ലേ, അത് എന്റെ പാർട്ടല്ല, അല്ലെങ്കിൽ പ്ലംബിംഗ് എന്റെ പാർട്ടല്ല, ഫയർ എന്റെ പാർട്ടല്ല, അല്ലെങ്കിൽ ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്റെ പാർട്ടല്ല, എനിക്ക് ആ HVACൽ ഡക്റ്റും പൈപ്പും വരക്കുന്നത് മാത്രം അറിഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വിചാരിക്കുകയാണ് എനിക്ക് ലൈറ്റ് ലോഡ് കാൽക്കുലേഷൻസ്, അല്ലെങ്കിൽ സ്കിമാറ്റിക് ഡയഗ്രാം, അല്ലെങ്കിൽ പവർ കാൽക്കുലേഷൻ, ഇതൊക്കെ എനിക്ക് പറഞ്ഞാൽ മതി, ബാക്കി HVACനെ കുറിച്ചും ബാക്കിയുള്ളതിനെ കുറിച്ചും എനിക്ക് അറിയണ്ട. ഇങ്ങനെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് MEPയിൽ പോകാൻ കഴിയില്ല. MEPയിൽ പ്രോ ആവാൻ കഴിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് MEPനെ കുറിച്ച് എല്ലാത്തിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണ വേണം. നമുക്ക് കുറച്ച് ഡ്രോയിങ്സ് ഉണ്ട്, ടൈം ഉണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് ഷെയർ ചെയ്യാം. MEPയുടെ കോർഡിനേഷൻ ഡ്രോയിങ് ഒക്കെ നമുക്ക് ലേൺ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ MEP ഒരു ഒന്നായിട്ട് കുത്തി വരഞ്ഞ പോലെയാണ് ഉണ്ടാവുക. കുത്തി ആകെ ലൈറ്റിന്റെ ഡയഗ്രാംസ് പോകുന്നുണ്ടാവും, പ്ലംബിങ്ങിന്റെ പൈപ്സ് പോകുന്നുണ്ടാവും,
ഡ്രെയിനേജ് സിസ്റ്റം പോകുന്നുണ്ടാവും, എച്ച് വാക്ക് ഉണ്ടാവും, ഫയർ ഉണ്ടാവും. ഇതൊക്കെ കൂടി നമ്മൾ ഒരുമിച്ച് ഒരു ഡ്രോയിങ്ങിൽ കാണുമ്പോൾ നമ്മൾ കണ്ണ് തള്ളി പോകാൻ പാടില്ല. നമുക്ക് അതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടെങ്കിൽ, ഇതിലെന്താണ് മിസ്റ്റേക്സ് നമുക്ക് പ്രോപ്പറായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ ഒന്നിനെ കുറിച്ച് മാത്രം പ്രോ ആയി പഠിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യം നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് എച്ച് വി എസ് സിയിൽ പ്രോ ആവാൻ കഴിയും, അതിനപ്പുറത്തേക്ക് നമുക്ക് എം ഇ പിയിൽ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ കഴിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തിനെ കുറിച്ചും യു ഷുഡ് നോ സംതിങ് അബൌട്ട് എവറിത്തിങ് ആൻഡ് എവറിത്തിങ് അബൌട്ട് സംതിങ്. അറിയാലോ, നമ്മൾ നേരത്തെ സ്കൂളിൽ നിന്ന് കേട്ടിട്ടുള്ള ഒരു യൂസേജ് ആണല്ലോ. അപ്പൊ നമുക്ക് നമ്മളുടെ ഫീൽഡിൽ നമുക്ക് അത്യാവശ്യം നല്ല നോളജ് എം ഇ പി എന്റെ എം ഇ പിനെ കുറിച്ച് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു ഫീൽഡിലേക്ക് മാത്രം ഐസൊലേറ്റ് ചെയ്ത് നിൽക്കരുത്. ഇനി മിസ്റ്റേക്ക് നമ്പർ 6, യാ, അവോയ്ഡിങ് സൈറ്റ് എക്സ്പോഷർ. നേരത്തെ ഞാൻ പറഞ്ഞു, ഇതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞു. ഇതില് നമുക്ക് സൈറ്റ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാലേ നമ്മള് ആരെ കൂടെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്? സൈറ്റിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ബ്ലൂ കോളർ ഉള്ള ടീമിന്റെ കൂടെയാണ്. നമ്മളെ പോലത്തെ പ്രൊഫഷണൽസ് വൈറ്റ് കോളർ ടീമല്ല. വൈറ്റ് കോളർ എംപ്ലോയീസിനെ നമുക്ക് മെന്റർ ചെയ്യാനും അവരെ ഗൈഡ് ചെയ്യാനൊക്കെ നമുക്ക് വെരി ഈസിയാണ്. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഞാനൊക്കെ അബ്രോഡ് വർക്ക് ചെയ്ത സമയത്ത് ഞാൻ മസ്കറ്റിലുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് ആ ഒരു വർക്ക് ചെയ്ത സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ഇപ്പൊ ആയിരിക്കും എനിക്ക് നല്ലൊരു മെമ്മറിയാണ്. എനിക്ക് എന്റെ കരിയർ ഒരുപാട് ബെനിഫിറ്റ് ആക്കാൻ പറ്റിയൊരു കാര്യമാണ്. എന്റെ കൂടെ മൊത്തം ഹിന്ദിക്കാരായിരുന്നു. ഒരു ഡെസേർട്ടിൽ കൊണ്ടുപോയിട്ടു. ഒരു ഡെസേർട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് വലിയൊരു ROP, അവിടുത്തെ ഒമാൻ പോലീസിന്റെ വലിയൊരു ഹെഡ് ക്വാർട്ടേഴ്സ് വരും. അതിന്റെ പ്രൊജക്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഒരു ക്യാബിനുണ്ട്, പിന്നെ പുള്ളി ഹിന്ദി വാലാസ് ആണുള്ളത്. അപ്പൊ അവര് നമ്മളെ പറഞ്ഞ സമയത്ത് രാവിലെ നേരത്തെ സൈറ്റിലേക്ക് എത്തിക്കുക. നമുക്ക് ഷെഡ്യൂൾ തന്നിട്ടുണ്ടാവും ഓഫീസിൽ നിന്ന്. ആ ഓഫീസിൽ നമുക്ക് ആ ഓഫീസിൽ നിന്ന് ഷെഡ്യൂളില് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക. ഇതൊക്കെ ഭയങ്കര തലവേദന പിടിച്ച പരിപാടികളാണ്. പക്ഷെ നമ്മളത് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ, നമുക്കത് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഒരുപാട് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് കിട്ടി. നമുക്ക് പിന്നീട് വരുന്ന സ്ട്രെസ്സും സ്ട്രെയിനും കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ വൈറ്റ് കോളർ ടീമിനായിട്ട് നമുക്ക് പേഷ്യൻസ് ആവും. നമുക്ക് ക്ഷമയില്ലാത്ത ആളുകളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഒരു സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് പോയാൽ മതി. ഓട്ടോമാറ്റിക് ക്ഷമ നമ്മൾ പഠിക്കും. പിന്നെ എമ്പതി ഉണ്ടാവും. ഇവരെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോരോ ഒരു മനസ്സലിവ് തോന്നും. ഇതൊന്നും കാണാത്ത ആളുകൾ നമ്മൾ നേരെ വന്നിട്ട് ഒരു ഓഫീസിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോരോ ഷൗട്ട് ചെയ്യും, എന്ത് തീരാഞ്ഞ് എന്താ, അങ്ങനെ അവർ ഷൗട്ട് ചെയ്യും. നമുക്ക് അവരുടെ ഫീലിങ്സ് നമുക്ക് കിട്ടൂല എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് ഒരു പേപ്പറിലുള്ള നമുക്ക് ഡ്രോയിങ് മാത്രം വരച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. ഡ്രോയിങ് അറിയാം, അല്ലെങ്കിൽ എച്ച് വി എസിന്റെ ഫുൾ കാര്യങ്ങൾ അറിയാം, പക്ഷെ ആളുകളോട് പെരുമാറാൻ അറിയില്ലെങ്കിൽ അത് ഭയങ്കര കുറവല്ലേ. അപ്പോ നമുക്ക് അവരെ ഫീലിംഗ് കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അവരെ കൂട്ടത്തിൽ ഒരാളായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അവരെന്താണ്, അവർ ചെയ്യുന്ന റിസ്ക് എന്താണ്, അവരെന്താണ് ചെയ്യുന്നത്, അവരെത്രത്തോളം റിസ്ക് എടുക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ല ധാരണ വേണം. അപ്പൊ നമുക്ക് അവരുടെ ഫീലിങ്സ്, പിന്നെ അവർ നമ്മളെ പറ്റിക്കുന്ന ആളുകളുണ്ടാവും. പല ടൈപ്പ് ആളുകളെ നമ്മൾ കാണും. അപ്പൊ അത് നമ്മൾ മണ്ണിലേക്ക് ഇറങ്ങുക എന്നുള്ളത് തന്നെയാണ് ഈ സൈറ്റ് എക്സ്പോഷർ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്. മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ മണ്ണത്തെ ഫീലിംഗ് അത് വേറെ തന്നെയാണ്. അത് ഒരു ഓഫീസിൽ ഇരുന്നിട്ട് ഫോർകാസ്റ്റ് ചെയ്താൽ അത് നമ്മൾ നോക്കി ഒരു ഊഹിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമല്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പിന്നെ നമുക്ക് ഓപ്പറേഷൻ മാനേജ്മെന്റ് നമുക്ക് പഠിക്കാൻ പറ്റും. ഒരു ഓപ്പറേഷൻ സൈറ്റിലേക്ക് എത്തിയിട്ടാണ് നമ്മൾ ആലോചിക്കുക, ഇന്നിപ്പോ ഇവിടെ കുറച്ച് മെറ്റീരിയൽ ഷോർട്ട് ഉണ്ട്, അപ്പൊ ഇനിയിപ്പോ ഇന്ന് വർക്ക് നടക്കൂല. അല്ലെങ്കിൽ ഇന്ന് ടൂൾസ് ഷോർട്ട് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഇന്ന് വർക്ക് തീർക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആൾറെഡി അസൈൻ ചെയ്ത പല ടാലൻസ് ആയിട്ടുള്ള ടെക്നീഷ്യൻസും ഉണ്ടാവും, അല്ലെങ്കിൽ എംപ്ലോയീസ് ഉണ്ടാവും. അവര് ചിലപ്പോൾ അന്ന് ലീവ് ആയിരിക്കും. അപ്പോഴൊക്കെ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നു, പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതൊക്കെ നമുക്ക് അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഡിസൈൻ എഞ്ചിനീയർ മാത്രമേ കാര്യമില്ല. നമുക്ക് നമ്മളുടെ കരിയറിനെ കുറിച്ച് നല്ല ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സൈറ്റ് എക്സ്പോഷർ ഒക്കെ നമ്മൾ ചോദിച്ചു വാങ്ങണം. പല ആളുകളും ബാക്കിൽ നിന്ന് തള്ളുമ്പോഴാണ് ഓക്കെ ഞാൻ സൈറ്റിലേക്ക് പോയിക്കോളാം, കുറച്ച് കഴിഞ്ഞിട്ട് ഡിസൈനിലേക്ക് എടുക്കണം, അങ്ങനെയൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ട് വരുന്ന ആളുകളുണ്ട്. അപ്പം ഇത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇൻവെന്ററി മാനേജ്മെന്റ്. ഇപ്പൊ നമ്മള് കൊട്ടേഷൻ ഒക്കെ എടുക്കുന്നത് പല വലിയ വലിയ പ്രൊജക്റ്റും വളരെ ഒരുപാട് കോമ്പറ്റീഷൻ മറികടന്നിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക. വലിയ പ്രൊജക്റ്റ് ആകുമ്പോൾ കോമ്പറ്റീഷൻ നല്ലോണം കൂടും. അങ്ങനെ കൂടിയ കോമ്പറ്റീഷൻ എടുത്ത് നമ്മൾ വിൻ ചെയ്ത പ്രൊജക്റ്റില്
ഇൻവെന്ററി മാനേജ്മെന്റ് ഈ സൈറ്റ് എഞ്ചിനീയർ ആയിട്ടുള്ള ആള് അലസനാണ് എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ഉണ്ടാകാൻ പോകുന്ന നഷ്ടം എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റൂല. കാരണം ഒരുപാട് വേസ്റ്റേജ് അവിടെ നടക്കും. കോപ്പർ പൈപ്പ്, അല്ലെങ്കിൽ പ്ലംബിങ്ങിന്റെ പൈപ്പ്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കേബിൾസ്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നോട് നമുക്ക് നല്ല ധാരണ ഉണ്ടാവണം. ഇനി എങ്ങനെ മിനിമം ഇൻവെന്ററി, മിനിമം മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് ഈ പ്രൊജക്ട് എങ്ങനെ എന്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് സംഭവം നമുക്ക് ചിലപ്പോൾ ശമ്പളം കറക്റ്റ് ആയിട്ട് കിട്ടും. ഇത് ഇത് ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിലും ആണെങ്കിലും കിട്ടും. പക്ഷെ എന്നെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തം ഉണ്ട്, എന്നെ എന്റെ കമ്പനി ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തം ഉണ്ട്. ഈ ഒരു പ്രൊജക്ട് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നമ്മളെ പ്രൊഫഷനോടുള്ള ഒരു കരിയറോ ഒരു കമ്മിറ്റ്മെന്റ് വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ള നല്ല ധാരണ നമുക്ക് ഉണ്ടാവും. അപ്പോ ഇൻവെന്ററി മാനേജ്മെന്റ് പക്ക ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇതൊക്കെ ഇൻ ഫ്യൂച്ചർ ഇൻ കേസ് നമ്മൾ ഈ ഒരു ഫീൽഡിൽ MEP ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ MEP ഹെഡ് ആയിട്ട് ഒരു കമ്പനി വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ ധാരണ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെ കുറിച്ചൊന്നും ധാരണ ഇല്ലാതെ നമ്മൾ MEP അവിടെ ഹെഡ് ആയിട്ട് ഇരുന്നാല് നമ്മളൊരു ഒരു പരിഹാസ്യ കഥാപാത്രമായിട്ട് മാറുന്നല്ലാതെ പല ആളുകൾ, നമ്മൾ ജൂനിയർ ആയിട്ടുള്ള ആളുകൾക്ക് ഇതിനെ കുറിച്ച് ഐഡിയ ഉണ്ടാവും, നമുക്ക് ഇതിനെ കുറിച്ച് ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ അവര് പറയുന്നത് കേട്ടോ, ഓക്കെ ഓക്കെ ഓക്കെ, ഓക്കെ പറയാനുള്ളൊരു ആളായിട്ട് നമ്മൾ മാറും. അപ്പോൾ ഈ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഓപ്പറേഷൻ മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്, ഇതൊക്കെ നമുക്ക് നമ്മുടെ സൈറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയൊരു അസറ്റ് ആണ്. നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് പഠിക്കാൻ പറ്റും. ഈ സൈറ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് പഠിക്കാൻ പറ്റുന്നതാണ് നമുക്ക്. അപ്പൊ മിസ്റ്റേക്സ് പഠിക്കുമ്പോ എന്താണ്, പിന്നെ ഭാവിയിൽ നമുക്ക് അത് മിസ്റ്റേക്ക് ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ ഇനി ഡിസൈൻ മാത്രം നോക്കുന്ന ആളുകൾക്കും എന്ത് വേണം? ഇപ്പൊ ഈ പറഞ്ഞതിന്റെ കൺക്ലൂഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സൈറ്റ് എക്സ്പോഷർ ഇല്ലാത്ത ആള് ഇനി ഡിസൈൻ എഞ്ചിനീയർ ആയിട്ടും കാര്യമില്ല. അവർക്ക് ഒരുപാട് കുറവുകൾ എന്തായാലും അവരുടെ കരിയറിൽ ത്രൂ ഔട്ട് ഉണ്ടാവും. ഒരാളോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അറ്റ്ലീസ്റ്റ് ഒരാളോട് എങ്ങനെ സംസാരിക്കണം എന്ന് പോലും, അല്ലെങ്കിൽ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ആളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് പോലും അറിയാത്തതിന്റെ ഒരു കുറവ് നേലിച്ചു നിൽക്കും. അപ്പൊ നമ്മള് സൈറ്റ് എക്സ്പോഷർ നമ്മൾ ചോദിച്ചു വാങ്ങണം. ഏത് കമ്പനിയിലാണെങ്കിലും സൈറ്റ് എക്സ്പോഷർ ഒരു 6 മന്ത് എങ്കിലും, ഏറ്റവും മോസ്റ്റ് മിനിമം 6 മന്ത് എങ്കിലും നമ്മൾ സൈറ്റുകൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നുള്ളത് തന്നെയാണ് എന്റെ 6ാമത്തെ അഡ്വൈസ്. ഓക്കെ, നെക്സ്റ്റ് ടെക്നിക്കൽ സ്കിൽ ഗ്യാപ്പ് ആണ്, 7th വൺ. ഒബ്വിയസ്ലി സോഫ്റ്റ്വെയർസ് ആണ് നമ്മൾക്ക്. ഇപ്പൊ AI ഒക്കെ വരികയാണ്. AI ഒക്കെ വരുമ്പോൾ പല ആളുകളും നമുക്കൊക്കെ ഇപ്പൊ MEP ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റുഡന്റിനെ ഡിസ്കസ് ചെയ്തപ്പോൾ അവൻ പറഞ്ഞു, MEP ഇനി സ്കോപ്പ് ഉണ്ടോ? AI ഒക്കെ വരില്ലേ, അപ്പൊ ഓട്ടോമാറ്റിക് ഇനി ഡ്രോയിങ് വരുന്ന ഒരു ലെവലിലേക്ക് എത്തൂലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്നിനും സ്കോപ്പ് ഇല്ലല്ലോ. ഇപ്പൊ മെഡിക്കൽ ഡോക്ടേഴ്സിന് സ്കോപ്പ് ഇല്ല. നമ്മൾ അസുഖം അടിച്ചു കൊടുത്താല് സ്ക്രിപ്റ്റ് വരാണ്. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്തിട്ട്, അതിനെ ഓവർകം ചെയ്യാൻ മീൻസ് AI ഓവർകം ചെയ്യുന്നില്ല, അതിലും നമുക്ക് വാലിഡേഷൻ ഇമ്പോർട്ടന്റ് ആണല്ലോ. AI തരുന്ന എല്ലാം ഒന്നായിട്ട് വീഴുന്ന ആളുകൾ എന്താണ്, പൊട്ടന്മാരാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ആളുകളല്ലല്ലോ മാർക്കറ്റിലുള്ളത്. ഇപ്പൊ ഒരു 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 ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്ന ഒരാള് നേരെ AI കൊണ്ടുപോയിട്ട് പ്ലാൻ വരക്കുന്നു, നേരെ അത് 3D വരക്കുന്നു, അതിന് MEP ഡ്രോയിങ് വരക്കുന്നു. അങ്ങനെ അത്ര കോൺഫിഡൻസ് ഉള്ള ഒരു ഇൻവെസ്റ്ററും ഉണ്ടാകൂല എന്നുള്ളത് തന്നെയാണ്. അത് എന്തായാലും അങ്ങനെ അത് ചെയ്യില്ല. അപ്പൊ എന്തായാലും നമ്മളുടെ ഒരു സപ്പോർട്ട്, നമ്മളുടെ ടാലൻസ് എല്ലാ സമയത്തും ആവശ്യമുള്ളതാണ്. ഇപ്പൊ ഇനീഷ്യലി ഏറ്റവും മോസ്റ്റ് മിനിമം ഓട്ടോകാഡ്, എക്സൽ ഇല്ലാതെ ഒരു എഞ്ചിനീയറിംഗ് ലൈഫും ഇല്ല. എക്സലിനെ കുറിച്ച് എക്സൽ നമ്മൾ എപ്പോഴും പ്രോ ആവാൻ വേണ്ടി നോക്കണം. പിന്നെ ലോഡ് കാൽക്കുലേഷൻ ടൂൾസ്, ഇലക്ട്രിക്കൽ ആണെങ്കിലും മെക്കാനിക്കൽ ആണെങ്കിലും ഫയർ ആണെങ്കിലും ഒക്കെ കാൽക്കുലേഷൻ ടൂൾസ് നമ്മൾ എപ്പോഴും നമ്മളതിൽ പ്രോ ആയിരിക്കണം എന്നുള്ളതാണ്. ഹാപ്പ് ടൂൾസ് ഒരുപാടുണ്ടല്ലോ. ഇനി നമ്മൾ ഈ ഒരു കോഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് അതിന് എക്സ്പോഷർ കിട്ടും, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോ സോഫ്റ്റ്വെയറിൽ നമ്മൾ പ്രോ ആവാൻ പറ്റണം. നമുക്ക് സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക്. അപ്പോ സൈറ്റ് എക്സ്പോഷർ ഒക്കെ ഓക്കെ, അതിനപ്പുറത്തേക്ക് ഇനിയിപ്പോ ഒരു സൈറ്റ് എഞ്ചിനീയർ ആണെങ്കിൽ പോലും അത് പറയണല്ലോ. സൈറ്റ് എഞ്ചിനീയർ ആണെങ്കിലും എനിക്ക് ഇനി ഡിസൈൻ പഠിക്കണില്ല, ആ സൈറ്റിൽ കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനൊക്കെ എനിക്ക് അറിയാം, പീപ്പിളിനെ മാനേജ് ചെയ്യാൻ അറിയാം, അവരുടെ ഫീലിങ്സ് വെച്ചിട്ട് അവരുടെ വർക്ക് മാക്സിമം ജനറേറ്റ് ചെയ്യിപ്പിക്കാൻ, അവരുടെ എഫിഷ്യൻസി കൂട്ടാനുള്ള ഹിക്കുമത്ത്, അതിനുള്ള സ്കില്ലൊക്കെ എന്റെ കയ്യിലുണ്ട് എന്നൊക്കെ നമ്മൾ ധരിച്ചാലും നമുക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിലേക്ക് നമുക്കൊരു ആസ്പിൾഡ് ഡ്രോയിങ് അല്ലെങ്കിൽ സൈറ്റ് കണ്ടീഷൻസ് വെച്ച് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ അത് ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമുക്ക് ഒരുപാട് കുറവുകളായി, നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പ് നമ്മുടെ അടുത്ത് ഉണ്ടാകാൻ പാടില്ല. പിന്നെ നമുക്ക് എല്ലാ റിപ്പോർട്ട്സും നമുക്ക് എക്സലിലാണ് ഉണ്ടാക്കേണ്ടി വരിക.
അപ്പൊ എക്സലിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണമാണ്. നിലവിൽ നമുക്ക് നല്ല ധാരണമാണ്. ഇനി അഡ്വാൻസ്ഡ് ആയിട്ട് ഒരുപാട് ടൂൾസ് വരും, എന്തായാലും വരും. ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാനത് പഠിച്ചിട്ടില്ല എന്ന് കൈ കെട്ടിരിക്കില്ലല്ലോ, നമ്മൾ അപ്ഡേറ്റ് ആവണം. നമ്മൾ കണ്ടിന്യൂസ് ലൈഫ് ലോങ് ലേണിംഗ് എന്നുള്ളത് നമ്മുടെ ഒരു മുഖമുദ്രയായിട്ട് തന്നെ മാറണം. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊന്നും അറിയാത്ത ഏതെങ്കിലും പ്രൊഫഷണൽസ് ഉണ്ടെങ്കിൽ, ഇതിനെ കുറിച്ചൊന്നും ധാരണയില്ല, ഞാൻ ഇത്ര വർഷം ഇതിലായി, ഇതൊന്നും കുറിച്ച് ധാരണയില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ആവാന്നുള്ളത് തന്നെയാണ്. ഇനി ബാക്കോട് ചിന്തിച്ച് ഇത്ര വർഷം കഴിഞ്ഞു ഞാൻ എവിടെ എത്തിയിട്ടില്ല എന്ന് ആലോചിക്കുന്നതിന് പകരം ഇനി അപ്ഡേറ്റ് ആവാം. ഇനിയുള്ള ദിവസങ്ങളിൽ ഉഷാറായിട്ട് വർക്ക് ചെയ്യുക. ഒരു മണിക്കൂർ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ശ്രമിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ, മിസ്റ്റേക്ക് നമ്പർ 8, കമ്മ്യൂണിക്കേഷൻ സ്കിൽ. എഞ്ചിനീയേഴ്സിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ കോഡിംഗ് എന്നല്ല ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു MEP ഇൻഡസ്ട്രിയിൽ കമ്മ്യൂണിക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കൊരു കസ്റ്റമറായിട്ട് പിച്ചിങ് ചെയ്യുമ്പോൾ അവരുടെ നീഡ് എന്താണ്, അവരുടെ റിക്വയർമെന്റ് എന്താണ്, അവിടെ നെസസറി ആയിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നോട്ട് ചെയ്ത് വെക്കണം. നമുക്ക് എപ്പോഴും ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവണം കസ്റ്റമർ അടുത്ത് പോകുമ്പോൾ. ആ ചെക്ക് ലിസ്റ്റ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പോരാൻ, സൈറ്റിൽ തിരിച്ചു പോരാൻ. എന്നിട്ട് വേണം നമ്മൾ ഡിസൈൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ. എന്നിട്ട് വേണം വീണ്ടും നമ്മളെ സെയിൽസ് ടീമിന് അത് ഹാൻഡ് ഓവർ ചെയ്യാൻ. അവർ വേണം അതിന്റെ BOQ കാര്യങ്ങളൊക്കെ അഗൈൻസ്റ്റ് പ്രിപ്പയർ ചെയ്ത് പ്രൈസ് ഇട്ടിട്ട് കസ്റ്റമർ എക്സ്പ്ലെയിൻ ചെയ്ത്. ഇതിനൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം. കസ്റ്റമറെ കേൾക്കാൻ കഴിയാന്നുള്ളത് തന്നെയാണ്. അതൊക്കെ നിങ്ങൾക്ക് കോഴ്സിന്റെ ഭാഗമായിട്ട് നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ പ്രൊവൈഡ് ചെയ്യും. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ, ഈ മിസ്റ്റേക്സ് ഓവർകം ചെയ്യാനുള്ള മെത്തേഡ്സ് ഒക്കെ നിങ്ങൾക്ക് തരുന്നുള്ളതാണ്. അപ്പോ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് MEPന്റെ ഏത് ലെവലിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് സ്റ്റേജസ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ എണ്ണി പറഞ്ഞു തന്നു. സൈറ്റ് എഞ്ചിനീയർ, ഡിസൈൻ എഞ്ചിനീയർ, സെയിൽസ് എഞ്ചിനീയർ, R&D, പ്രൊജക്ട് കോർഡിനേറ്റർ, പർച്ചേസ് എഞ്ചിനീയർ. ഇതിലൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇല്ലെങ്കിൽ, പർച്ചേസ് ഒന്നും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. അപ്പൊ നമുക്ക് നമ്മളോട് ഒരാൾ ഒരു ഒരു എമൗണ്ട് പറഞ്ഞു, ഇത്ര ടണ്ണ് ക്യാബിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര രൂപയ്ക്ക് തരുമെന്ന് പറഞ്ഞു. നമ്മളത് നെഗോഷിയേറ്റ് ചെയ്തിട്ട് അത് നമുക്ക് കമ്പനിക്ക് ഏറ്റവും ബെനിഫിറ്റ് ആക്കി കൊടുക്കുക. പർച്ചേസ് എഞ്ചിനീയർക്കൊക്കെ നല്ല ഇൻകം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫീൽഡ് കൂടിയാണ് കേട്ടോ. വലിയ വലിയ കമ്പനീസിലൊക്കെ വർക്ക് ചെയ്ത് പർച്ചേസ് എഞ്ചിനീയർ നല്ല ഇൻസെന്റീവ് വാങ്ങുന്നുണ്ട്. അപ്പൊ അതുകൂടി ഞാൻ ജസ്റ്റ് ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പറ്റുന്നിടത്തോളം ലാംഗ്വേജ് നമ്മൾ പഠിക്കണം. ഏറ്റവും മിനിമം ഇംഗ്ലീഷ്, ഹിന്ദി ഏറ്റവും മിനിമം പഠിക്കണം. GCC ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അറബി കൂടെ പഠിക്കണം. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ലാംഗ്വേജ് മാത്രം അറിഞ്ഞാൽ പോരാ, അപ്പുറത്തെ ആളുകളെ കേൾക്കുക എന്നുള്ളത് തന്നെയാണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമുക്ക് ഒരു സൈറ്റിലത്തെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ജൂനിയർ ആയിട്ടുള്ള ആളുകളോട് നമുക്ക് എപ്പോഴും ഒരു എമ്പതി വേണം. അത് നമ്മളൊരു ക്വാളിറ്റി ആയിട്ട് മാറണം. അവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നല്ല സീനിയർ ആൾക്കാരെ നമ്മൾ റെസ്പെക്ട് ചെയ്യും, സാറെന്നൊക്കെ വിളിക്കും. പക്ഷെ ജൂനിയേഴ്സിനെ കൂടി റെസ്പെക്ട് ചെയ്യാൻ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ, നമ്മൾ പല പല ക്ലാസ്സുകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരാളെ ക്വാളിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ അവനൊരു ഹോട്ടലിൽ കയറിയിട്ട് അവിടുത്തെ വെയിറ്ററോട് എങ്ങനെ പെരുമാറണമെന്ന് നോക്കിയാൽ മതി എന്നുള്ളത്. ചില ആൾക്കാർ വെയിറ്ററോട് തട്ടിക്കയറുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട പല ക്വാളിറ്റി, നമുക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ലല്ലോ. അപ്പൊ അങ്ങനത്തെ സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ഒരാള് നമ്മൾ ഗേറ്റ് കാണിക്കാതെ സംസാരിക്കാൻ പറ്റും, അതൊക്കെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ഭാഗമാണ്. അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ, ടൈം. അൺറിയലിസ്റ്റിക് സാലറി എക്സ്പെക്ടേഷൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഈ കാറ്റഗറിയിലൊക്കെ നേരത്തെ പറഞ്ഞ സെയിൽസ്, ഡിസൈന്, സർവീസ് എഞ്ചിനീയർ ഉണ്ട് കേട്ടോ, പറയാൻ വിട്ടുപോയതാ. സർവീസ്, R&D, പ്രൊജക്ട് കോർഡിനേറ്റർ, പർച്ചേസ്, ഇതിലൊക്കെ ഉള്ള ആളുകളുടെ സാലറി ഒരേപോലെ ആവില്ല. അപ്പൊ നമ്മൾ ഏത് കരിയർ ആണ് ഡെവലപ്പ് ചെയ്യുന്നുള്ള ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക്, ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ, 1 ഇയർ കൂടി നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തന്നെ കാണണം. ആ സമയം നമ്മൾ നല്ല കമ്പനിയിൽ കയറുക. സാലറി ഒന്നും തരാത്ത കമ്പനിയിൽ അവിടെ പോയിട്ട് പട്ടിപ്പണി എടുക്കുക എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. അപ്പൊ മിനിമം സാലറി ഒക്കെ നമുക്ക് കിട്ടണം. നമ്മൾ ആ സാലറിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് നമ്മളെ എക്സ്പോഷറിനെ നമ്മൾ ചെറുതായി കാണരുത്. എക്സ്പോഷറിന് നല്ല വാല്യൂ കൊടുക്കുക. നല്ല കമ്പനിയാണ്, നമുക്ക് അവിടെ നിന്ന് ഉണ്ടാകുന്ന നെറ്റ്വർക്കും നമുക്ക് അവിടെ നിന്ന് ഉണ്ടാകുന്ന എക്സ്പീരിയൻസും
നമുക്ക് അവിടുന്ന് കിട്ടുന്ന പ്രൊജക്റ്റും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നല്ല നല്ല പ്രൊജക്റ്റ് നമ്മൾ വൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കോൺഫിഡൻസ് ഒക്കെ ഓട്ടോമാറ്റിക് വരും. നമുക്ക് പിന്നീട് ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് അവരോട് നെഗോഷിയേറ്റ് ചെയ്യാനും അവരോട് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാനൊക്കെ നമുക്ക് ഈ ഒരു കമ്പനിയുടെ ഒരു എക്സ്പോഷർ നമ്മളെ പാകപ്പെടുത്തും. നിർബന്ധമായിട്ട് പാകപ്പെടുത്തും. നമ്മൾ വിചാരിക്കാതെ നമ്മൾ പാകപ്പെടും. എന്തുകൊണ്ട് എനിക്ക് ഇത്ര കിട്ടിക്കൂടാ എന്നുള്ള ഒരു തോട്ട് നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് വരും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഇനീഷ്യലി പിച്ചിങ് ചെയ്യാന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുക. അതെന്താണ്? കരിയറിലേക്ക് നടക്കുക എന്നുള്ളത് തന്നെയാണ്. അത് തിരമാല നിന്നിട്ട് കപ്പലിറക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. എനിക്ക് ഇത്ര സാലറി വേണം എന്നിട്ട് ഞാൻ ഇറങ്ങുള്ളൂ. അപ്പൊ അത് ആ ഒരു ജോബ് മിസ്സായി, അടുത്ത വന്നു, അത് പോരാ. അപ്പൊ ആ ഒരു സംഭവം നമ്മൾ ഫോർഗറ്റ് ചെയ്യുക. സാലറി എക്സ്പെക്ടേഷൻ നമ്മൾ ഫോർഗറ്റ് ചെയ്യുക. എന്ന് വെച്ചിട്ട് സാലറി ഇല്ലാതിരിക്കണം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞ ഉദ്ദേശം. പക്ഷെ സാലറി എക്സ്പെക്ടേഷൻ നമ്മൾ ഫോർഗറ്റ് ചെയ്തിട്ട് നമ്മൾ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ മാക്സിമം നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രാക്ടിക്കലി നമ്മൾ ഒരു പ്രൊഫഷണൽ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇതിൽ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, ഫസ്റ്റ് ഇയർ എന്തായാലും ലേണിംഗ് ഫേസ് തന്നെയാണ്. പിന്നെ 2 to 3 years നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ട സമയമാണ്. ഓരോ സ്കില്ല് നമുക്ക് നല്ല ധാരണ ഉണ്ടാവണം. എന്നും ഒരു പ്രൊജക്ട് കിട്ടി ആ പ്രൊജക്ടിന് അടുത്ത പ്രൊജക്ട് അങ്ങനെ പോവാതെ ഏതെങ്കിലും ഒരു സ്കില്ല് എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഞാൻ ഇന്നലെ ഇൻപുട്ട് കൊടുത്തതിനെക്കാളും കൂടുതൽ ഇൻപുട്ട്, ചിലപ്പോൾ നമ്മളുടെ കമ്പനിയിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് പുഷ് വരുമൊന്നുമില്ല, അത് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്, അപ്പൊ പുഷ് വരില്ല. നമ്മൾ പക്ഷെ അപ്ഡേറ്റ് ആവണം. നമ്മൾ തന്നെ സെൽഫ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മളാണ് ഇമ്പോർട്ടന്റ്. ഒരു സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാഫിനാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. എന്റെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതാണ് ഇമ്പോർട്ടൻറ്റ്. അത് കമ്പനിക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്ത് കൊടുക്കാതെ ചിലപ്പോൾ നമ്മൾ ആ സ്കില്ല് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കമ്പനിക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പൊ കമ്പനി ഇപ്പൊ എനിക്ക് ഇത്ര പാക്കേജ് തരുന്നുള്ളൂ, അത്ര മതി, എന്റെ സ്കില്ല് ഇപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ വെറുതെ ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ആലോചിക്കുന്ന പകരം നല്ല പെർഫോം ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മളുടെ ഇരിക്കുന്ന സീറ്റിന്റെ ഗ്യാപ്പ് വലുതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നോക്കണം. നമ്മൾ അവിടുന്ന് പോകുമ്പോൾ ആ ഗ്യാപ്പ് ഒക്കെ കൂടി കണ്ടിട്ട് പിന്നെ കമ്പനി കൊളാപ്സ് ചെയ്യണം അതിന് വേണ്ടിയിട്ടല്ല പറയണത്. നമുക്ക് ആ ഗ്യാപ്പ് നമ്മളെ അടയാളപ്പെടുത്താൻ കഴിയാന്നുണ്ടല്ലോ. നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയം നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റണം. ഒരുപാട് നമ്മളെ കമ്പനിയിലൊക്കെ നല്ല നല്ല ടാലൻസ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും വർക്ക് ചെയ്തിട്ട് നല്ല വർഷങ്ങളായിട്ട് നമ്മളെ കൂടുതലുള്ള നല്ല ടാലൻസ് ഉണ്ട്. വർക്ക് ചെയ്ത് മിനിമം ലെവലിൽ വർക്ക് ചെയ്ത് പിന്നീട് അവരുടെ ഫ്യൂച്ചർ സ്റ്റഡീസിന് വേണ്ടി പോയ ആളുകളൊക്കെ നല്ല റിമാർക്കബിൾ ആയിട്ടുള്ള നല്ല നല്ല അവർ ഉണ്ടാക്കി വെച്ച സിസ്റ്റം നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോ അങ്ങനെ ഒരു ഒരു ഉദ്ദേശം നമുക്ക് ഉണ്ടാവണം. ഞാനൊരു എന്റെ കരിയർ ഞാൻ അടയാളപ്പെടുത്തും എവിടെയാണെങ്കിലും എന്നുള്ള നല്ലൊരു കുറച്ച് വിശ്വാസം നമുക്ക് ഉണ്ടാവണം. അപ്പോൾ അൺറിയലിസ്റ്റിക് salary expectations is the ninth mistake. So the last but not least, thinking only about the first job. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂറ്റി കൂടിയാണ്. MEP എന്ന് പറഞ്ഞാല് നേരെ ഇപ്പൊ നിങ്ങൾ MEP ആണ് പഠിച്ചു എന്നിട്ട് പിന്നെ അപ്പുറത്തെ ഒരു MEP കമ്പനി തുടങ്ങുക എന്നുള്ളതല്ലല്ലോ. ഇനീഷ്യലി നമ്മൾ പിച്ചിങ് ചെയ്യണം. നേരത്തെ പറഞ്ഞതിന്റെ കണ്ടിന്യൂറ്റി തന്നെയാണ്. നമുക്ക് അവിടെ ഒരു MEP കമ്പനിയിൽ വർക്ക് ചെയ്ത് അവിടുന്ന് ലീഡർഷിപ്പ് റോൾസിലേക്ക് എത്തി സീനിയർ ലീഡർഷിപ്പ് പൊസിഷൻസ് ഒക്കെ നമുക്ക് കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ എന്റർപ്രണർഷിപ്പിലേക്ക് പോകണം. എന്റർപ്രണർഷിപ്പ് നമുക്ക് ലോങ് ടേം വിഷൻസ് ഉണ്ടാവണം. കമ്മ്യൂണിറ്റിയിലേക്ക് ഇനിയിപ്പോ ഗ്രീൻ സൊല്യൂഷൻസ് ഒക്കെ ഒരുപാട് അപ്ഡേഷൻസ് വരാൻ പോവാണ് നമ്മുടെ MEP ഇൻഡസ്ട്രിയിൽ. ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ നല്ലോണം പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് ജോബിനെ കുറിച്ച് മാത്രം ആലോചിച്ച് നമ്മൾ ബാക്കോട്ട് പോവാതെ നമ്മളുടെ ഫ്യൂച്ചർ വിഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റണം. ഇനി എല്ലാവരും എന്റർപ്രണർ ആവണമെന്നൊന്നുമില്ല. നല്ല കമ്പനിയിൽ നല്ല പൊസിഷനിൽ നമുക്ക് എത്താൻ പറ്റിയാൽ യു ക്യാൻ ഏൺ മോർ ദാൻ എന്റർപ്രണർ ഈസ് ഏണിങ്. അപ്പൊ ഒരു എന്റർപ്രണർ ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിലും കൂടുതൽ നല്ല പൊസിഷനിലെത്തി നമുക്ക് ഒരു റിസ്ക് ഇല്ലാതെ നമുക്ക് നമ്മുടെ ഡ്യൂട്ടി ടൈം മാത്രം നമുക്ക് അത് ആലോചിച്ചാൽ മതിയല്ലോ. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ ഫാമിലി ടൈം നമുക്ക് കിട്ടും. എന്റർപ്രണർ ആകുമ്പോൾ 24/7 നമ്മൾ അലേർട്ട് ആയിരിക്കണം എന്നുള്ള ഒരു റിസ്ക് അതിലുണ്ട്. എല്ലാവർക്കും എന്റർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല. ഉള്ള ആളുകൾ അതിലേക്കുള്ള വിഷനും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ലൈഫിനെ പാകപ്പെടുത്തുകയും ബാക്കിയുള്ള ആളുകൾ പൊസിഷൻസ് ഏതൊക്കെ കമ്പനിയിൽ എത്തണം, നമ്മൾ MEPയിലെ ടോപ്പ് മോസ്റ്റ് കമ്പനീസിനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യണം. അതിലുള്ള ടോപ്പ് പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകളെ കുറിച്ച് സ്റ്റഡി ചെയ്യണം. അവരുടെ ബയോഡാറ്റ, അവര് എങ്ങനെ കയറി വന്നു
എന്നതൊക്കെ അവരെ പറ്റുകയാണെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്യണം, അവരുടെ 1-to-1 ഇരിക്കണം, സംസാരിക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട നെറ്റ്വർക്ക് നമ്മൾ നല്ലോണം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളത് തന്നെയാണ് 10th അഡ്വൈസ്. ഓക്കെ, കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ ഒരു കരിയർ റോഡ് മാപ്പ് എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞ പോലെ ട്രെയിനി ആയിരിക്കും നമ്മൾ, പിന്നീട് ജൂനിയർ എഞ്ചിനീയർ ആവും, പിന്നീട് MEP അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് എഞ്ചിനീയർ ആവും, പിന്നീട് നമ്മൾ പ്രൊജക്ട് മാനേജർ ആവും, പിന്നെ നമുക്ക് എന്റർപ്രണർ അല്ലെങ്കിൽ നല്ല ഹൈ പൊസിഷനിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. ഇതാണ് നമ്മുടെ കരിയറിന്റെ റോഡ് മാപ്പ് ഉണ്ടാവുക. നമ്മുടെ ഒരു വീഡിയോ യൂട്യൂബിലൊക്കെ ഉണ്ട്, നമുക്ക് സാലറി സ്കെയിലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം ഏൺ ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രി തന്നെയാണ് MEP എന്നുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കാം. യെസ്, ഡിഗ്രി ഗീവ്സ് എലിജിബിലിറ്റി, സ്കിൽസ് ഗീവ്സ് ഐഡന്റിറ്റി, ചൂസ് ക്ലാരിറ്റി ഓവർ കൺഫ്യൂഷൻ. അതിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് ക്ലാരിറ്റി തരലാണ് സ്റ്റാൻടെക്കിന്റെയും സീറ്റിന്റെയും കൊളാബറേഷന്റെ ഒക്കെ ഉദ്ദേശം. ഓക്കെ, താങ്ക് യു. CP സർ നല്ല സെഷൻ ആയിരുന്നു. ഇനി സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഇതിൽ പ്രൊഫഷണലിസം ഉണ്ട്, വർക്കിംഗ് പ്രൊഫഷണലിസം ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഇനി ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു ടൈമാണ്. ഓക്കെ. അപ്പോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. സുഹൈൽ സർ, സ്റ്റുഡൻസിനെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതെ, ഡൗട്ടുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു മലയാളം ഇല്ലാത്ത ഒരാളുണ്ടായിരുന്നല്ലേ, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. യെസ് ഞാനത് ക്ലിയർ ചെയ്തിട്ടുണ്ട്, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഓക്കെ, അവർക്ക് വേണ്ടിട്ട് ഇനി വേണമെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഇൻസൈറ്റ്ഫുൾ എക്സ്പീരിയൻസ് ആൻഡ് സെഷൻ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഗുഡ് നൈറ്റ്.